നമസ്കാരം. തേർഡ് ഡിവിഷൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ വിവാദത്തിലേക്ക്. തലസ്ഥാനത്ത് സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ചില പരാമർശങ്ങൾ വിവാദമായി. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നാണ് അടൂർ പറഞ്ഞത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം മുടക്കരുത്. 1.5 കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ്. പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ പരിശീലനം ഇല്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും അടൂർ വിമർശിച്ചു. അടൂർ സംസാരിക്കുന്നതിനിടെ വേദിയിലുണ്ടായിരുന്ന സിനിമാ പ്രവർത്തക പ്രതിഷേധമുയർത്തി. സംവിധായകനായ ഡോക്ടർ ബിജുവിനെ ഉൾപ്പെടെ ചൂണ്ടിക്കൊണ്ടാണ് അവർ അടൂരിന് മറുപടി പറയാൻ ശ്രമിച്ചത്. എന്നാൽ അത് വകവയ്ക്കാതെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം തുടർന്നു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് വൃത്തികെട്ട സമരമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് സമരം നടന്നത്. ഇന്ത്യയിലെ 1-ാം നമ്പർ സ്ഥാപനമായി മാറുന്നതിനിടെയായിരുന്നു സമരം. തങ്ങൾ ചുമതലയേൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നശിച്ചു കിടന്ന സമയത്താണ്. ആ സ്ഥാപനത്തെ ഇപ്പോൾ ഒന്നുമല്ലാതാക്കി. ഉള്ളൊഴുക്കിനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പരിഗണിക്കാത്തതിലും അടൂർ വിമർശനം അറിയിച്ചു. ഉള്ളൊഴുക്ക് മികച്ച സിനിമയാണ്. 8 വർഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ആളാണ് സംവിധായകൻ. അത്തരക്കാർക്ക് സംസ്ഥാന തലത്തിൽ പ്രോത്സാഹനം നൽകേണ്ടതായിരുന്നു. ഡൽഹിയിൽ നിന്ന് ലഭിച്ച അംഗീകാരം അവർക്ക് സന്തോഷം നൽകിയെന്നും അടൂർ പറഞ്ഞു. അടൂരിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നത്.